നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. പെട്ടെന്നാണ് പുറത്തു നിന്ന് കോളിംബെല്ലിന്റെ ശബ്ദമുയർന്നത്. ആനിക്കുട്ടി അവനും വന്നതാവും. സംശയത്തോടെ ചോദിച്ചുകൊണ്ട് രാധ വാതിൽ തുറക്കാനായി മുന്നോട്ട് നടന്നതും. ആ രാധമേ, ഞാൻ നോക്കാം. ആൽഫി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് രാധയെ തടഞ്ഞ് വാതിൽ തുറക്കാനായി പോയി. കാരണം പുറത്തു വന്നിരിക്കുന്നത് ആരാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആൽഫി ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന കാർത്തികയെ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അല്ല, അവനെന്തേ? ഏട്ടൻ കാറിലുണ്ട്. രാവിലെ മുതൽ ഇങ്ങോട്ട് എത്താൻ ധൃതിയായിരുന്നു. ഇപ്പൊ വന്നപ്പോ എന്തോ തിരികെ പോണെന്ന് പറഞ്ഞിരിക്കുക അകത്ത്. കാർത്തിക പറഞ്ഞതും ആൽഫി കാറിനടുത്തേക്ക് ചെന്ന് ബാക്ക് ഡോർ തുറന്ന് അപ്പോൾ കൊണ്ട് മുഖം കുനിച്ചിരിക്കുന്നവന്. ഡാ. ലിയോണിന്റെ തോളിൽ കൈവച്ച് വിളിച്ചതും ലിയോൺ അവനെ മുഖമുയർത്തി നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തുള്ളതേ നിന്റെ അനിയത്തിയാടാ, അത്രയും ഓർത്താ മതി. ചിരിയോടെ ആൽഫി പറഞ്ഞതും ലിയോൺ ഒന്ന് തലയാട്ടി. അടുത്ത നിമിഷം അവനെ ആൽഫി ഇരു കൈയിലും കോരിയെടുത്തു. ലിയോണിന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആൽഫി മുറ്റത്തിന്ന് വീടിന്റെ സിറ്റൗട്ടിലേക്ക് നടന്നു. എന്തൊക്കെയോ ചെയ്തു ആൽഫിയെ തോൽപ്പിക്കാൻ. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ ചേർത്ത് പിടിക്കുന്നവനെ കാണുകയും ലിയോണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും കാർത്തിക ലിയോണിന്റെ വീൽ ചെയർ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവച്ചിരുന്നു. ആൽഫി വളരെ സൂക്ഷിച്ച് അവൻ അതിലേക്ക് ഇരുത്തി. മുനിസിപ്പാലിറ്റിയുടെ റോഡിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്ത് അതിലെ ചാരി വെളിയിൽ നിന്നും ഫോണിൽ സംസാരിക്കുകയാണ് ശിവ. കണ്ണുകളിടയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിന് മുന്നിലേക്ക് പോകുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയെ കണ്ടിറങ്ങി തിരികെ വന്നതും അകത്തെ ഓഫീസിൽ ഒരു പേപ്പർ വെച്ച് മറന്നുവൻ. അതെടുക്കാൻ തിരികെ പോയവളെ കാത്തു നിൽക്കുവാണവൻ. പെട്ടെന്ന് കണ്ണിലേക്ക് ഗേറ്റ് കടന്ന് ഇറങ്ങി വരുന്ന പെണ്ണിനെ കണ്ടു. ഡാർക്ക് നേവി കളർ കുർത്തിയാണ് വേഷം. മിൽക്കി കളറാണ് പെണ്ണിന്. അതുകൊണ്ട് ആ കളർ അവൾക്ക് നന്നായി ചേരുന്നവന് തോന്നി. പെട്ടെന്ന് അനുവിന്റെ മുന്നിലേക്ക് ഒരു കൊച്ചു പയ്യൻ കുറച്ച് ബലൂണുകളുമായി വിൽക്കാനായി കൊണ്ടുവന്നു നിന്നു. അനു വേഗം അതിൽ നിന്ന് ഒരു വലിയ ബണ്ണിയുടെ പടമുള്ള ബലൂൺ വാങ്ങി കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാൻ നോർത്തു. അവൾ ബലൂണിന്റെ പൈസ കൊടുക്കാനായി തന്റെ ബാഗിൽ തപ്പിയതും അവളുടെ മുഖം മങ്ങി. ബാഗിൽ നോക്കിയിട്ട് പൈസ കണ്ടില്ല. തൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ലെന്ന കാര്യം അവൾ അപ്പോഴാണ് ഓർത്തത്. തൻ്റെ ചെറിയ ബാഗ് തിരിച്ചടിച്ചിട്ടും വിഷമത്തോടെ അനു ആ ബലൂണ് വേണ്ടെന്ന് പറഞ്ഞ് തിരികെ കൊടുത്തിട്ട് മുന്നോട്ട് നടന്നു. അവളെ തന്നെ നോക്കിയിരിക്കുന്ന ശിവതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളു പൊള്ളി. ലക്ഷങ്ങൾ കയ്യിലിട്ട് കളിച്ചിരുന്ന പെണ്ണാണ് ഇപ്പോൾ ഒരു നോട്ട് പോലും എടുക്കാനില്ലാതെ നിസ്സഹയായി നിൽക്കുന്നത്. അവന് വല്ലാത്ത കുറ്റബോധവും വേദനയും തോന്നി. അനു റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്നൊരു ബൊലോറോ പാഞ്ഞ് അവൾക്ക് നേരെ വന്നു. വിഷമത്തോടെ നടക്കുന്നത് കൊണ്ട് അനു ആ വണ്ടി കണ്ടില്ല. പക്ഷേ അവൾക്ക് എതിർവശത്ത് നിന്ന ശിവ അത് കണ്ടിരുന്നു. അവനെ നെഞ്ചൊന്ന് കാളി. അനു! അവൻ മുന്നോട്ട് കുതിച്ച് അലറി വിളിച്ചതും അനു ഞെട്ടിലോടെ നോക്കി. മാറടി! അവൻ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് കേട്ട് നോക്കി അനു കണ്ടു തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന വണ്ടി. അടുത്ത നിമിഷം അവൾ പുറകോട്ട് കാല് വെച്ചതും ആ വണ്ടി അവളെ തൊട്ടില്ലെന്ന പോലെ കടന്നു പോയി. അനു പുറകിലേക്ക് തെറിച്ചു വീണു. അനു! ശിവ ഓടി വന്നവൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കണ്ണ് കാണാൻ മേലടി നിനക്ക്. എന്ത് കണ്ടോടെ നടക്കുന്നേ? ആ വണ്ടി എങ്ങനെ ഇടിച്ചിരുന്നെങ്കിലോ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇതൊക്കെ കെയർലെസ് ആണോ നീ? അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചീറി ശിവ. അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. അനുവാണെങ്കിൽ അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിത്തെറിച്ച് നിൽപ്പാണ്. അവൻ്റെ ചേർത്ത് പിടിക്കലും അവൻ്റെ വായിൽ നിന്നുള്ള ചീത്തവിളിയും എല്ലാം കേൾക്കെ പെണ്ണിൻ്റെ ഉള്ളിൽ ആനന്ദം പൊട്ടിയൊഴുകി. ഞൊടി നേരം കൊണ്ട് നിറഞ്ഞ കണ്ണാല് അവൾ അവനെ തന്നെ നോക്കി നിന്നു. നോക്കട്ടെ വല്ലതും പറ്റിയോന്ന്. അവൻ അവളുടെ കൈയെല്ലാം നോക്കാൻ തുടങ്ങി. വലത് കൈമുട്ട് ഉറഞ്ഞ് ചെറുതായി തൊലി പോയിരുന്നു. ഭാഗ്യത്തിന് വലുതായി ഒന്നുമില്ല. വാ, ഏതിന് ക്ലിനിക്കിൽ കാണിക്കാം. ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കാറിലേക്ക് നടന്ന ശിവ ഇത്തവണ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് വെച്ചാണ് നടന്നത്. അവൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവളും അവനോടൊപ്പം ചേർന്ന് പോയി. അനുവിനെ കാറിലേക്ക് എത്തി ഡോറടച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ ശിവയുടെ കണ്ണുകൾ അവിടെയുള്ള ഷോപ്പിലുള്ള CCTVയിലേക്ക് പറഞ്ഞിരുന്നു. തിളപ്പിച്ചൂറ്റിയ ചായ 2 കപ്പിലേക്ക് പകർന്നു നീയ. അപ്പോഴാണ് ആൽഫി അവൾക്ക് പിറകിൽ വന്നത്. ഏലക്കിട്ട് ചായ ഇടാൻ പറഞ്ഞു. പക്ഷേ വന്നതാരാന്ന് പറഞ്ഞില്ലല്ലോ. നീ കാണാൻ പോകുമല്ലോ പെണ്ണേ, അപ്പം അറിയില്ലടി ആരാ വന്നെന്ന്. നീയെ ചോദിച്ചതിന് കുറുമ്പും ശരിയോട് ആൽഫി പറഞ്ഞതും പെണ്ണ് ചുണ്ടു കൂർപ്പിച്ച് അവനൊന്ന് നോക്കി. ചായക്കപ്പ് ട്രെയിലേക്ക് വെച്ച് അവൾ അതുമായി മുന്നോട്ട് നടന്നതും അവൻ അവൾക്ക് പിറകെ തന്നെ പോയി. അവളോട് ചിരിയോടൊക്കെ പറഞ്ഞുവെങ്കിൽ ലിയോണിനെ കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ ഓർത്ത് അവന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഹാളിലെത്തിയതും അവിടെ സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും അത്രയും നേരം ചുണ്ടിലായി തെളിഞ്ഞു നിന്ന ചിരി നിയയിൽ നിന്നും മാഞ്ഞു. അവളൊന്ന് ഞെട്ടി. ലിയോണും കാണുകയായിരുന്നു തൻ്റെ അനിയത്തിയെ.
തൻ്റെ കുഞ്ഞിപ്പെങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവൾക്ക്. കോട്ടൺ സാരി എടുത്ത് മുന്നിൽ നിൽക്കുന്നത് പഴയ തൻ്റെ അനിയത്തി കുട്ടിയാണോ എന്ന് തന്നെ അവൻ തോന്നി. മുഖത്തൊക്കെ വല്ലാതൊരു പക്വത വന്ന പോലെ. ആദ്യത്തെ ഞെട്ടിൽ മാറിയത് നീയെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആൽഫിയെ നോക്കി. നിന്നെ കാണാനാ അവൻ വന്നേ. അവളുടെ നോട്ടം മനസ്സിലായതുപോലെ അവൻ അവളോട് പറഞ്ഞതും കയ്യിലെ ചായക്കപ്പിന് ട്രേ അവൾ മേശപ്പുറത്തെ മുകളിലേക്ക് വെച്ചു. എനിക്കാരെയും കാണാനില്ല എന്നും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങി നീയ. മോളെ മോളെ നീയാ? അവൾ പിറകിൽ നിന്ന് ലിയോന്റെ വിളി അവളെ തേടിയെത്തിയതും വേണ്ട, വിളിക്കണ്ട അങ്ങനെ. നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ വിളി കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. എപ്പോഴെന്നറിയോ, നമ്മുടെ മമ്മി നീ ഇല്ലെന്ന് അറിഞ്ഞ നിമിഷം. ആ സമയത്ത് ഒറ്റക്കായി ഒറ്റപ്പെട്ടപ്പോൾ ചാച്ചൻ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് അവിടെ കിട്ടിയത് എന്താ? സ്വന്തം അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരിയെന്ന് ആങ്ങളുടെ വിളിയല്ലേ? ചുവന്നു പിറക്കുന്ന മുഖത്തിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും മറുപടി പറയാനാവാതെ ലിയോന്റെ തല താഴ്ന്നു പോയി. സ്വന്തം അമ്മയുടെ മരണത്തിന്റെ കൂടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ട പോലെ എന്നെ ഒറ്റക്കാക്കിയില്ലേ ചാച്ചൻ? പറ, എന്നൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും തുനിയാതെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പേര് അപ്പനൊപ്പം നിന്നില്ലേ ചാച്ചൻ? ഇനി ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കാനാ? പറ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോപത്തോടെ ചോദിക്കുമ്പോൾ ശരീരമാകെ വിയർത്തു പോയിരുന്നു അവളുടെ. അത് കണ്ടത് ആൽഫി പെട്ടെന്ന് അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. ലിയോണുമാകെ തകർന്നു പോയിരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതാണെങ്കിലും അവളുടെ വായിൽ നിന്നും വീണ്ടും കേൾക്കുമ്പോൾ ചെയ്തു പോയതൊക്കെ കുത്തി നോവിക്കും പോലെ അവന് തോന്നി. കഥകളെല്ലാം ലിയോൺ വഴി അറിയുമെങ്കിലും നിയയുടെ കണ്ണുനീർ കാത്തിക്കുകയും പൊള്ളിക്കാൻ തുടങ്ങി. മോളെ നിയ, പപ്പയുടെ കൂടെ നിന്ന് നിന്നിൽ നിന്നും മമ്മിയിൽ നിന്നൊക്കെ ഞാൻ അകന്നത് ശരിയാ. അപ്പൻ്റെ മത്സരബുദ്ധിയുടെ പിടിയിൽപ്പെട്ട് അപ്പൻ്റെ വാക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നൊരു പാവിയായിപ്പോയി ഞാൻ. അപ്പോൾ ഒരാങ്ങളെ എന്ന നിലയിൽ പലപ്പോഴും നിന്നോട് നീതി കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഉടയെ തമ്പുരാനാണ്, മരിച്ച തലക്ക് മുകളിൽ നിൽക്കുന്ന മമ്മിയാണേ സത്യം. ഞാൻ മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിന്നിട്ടില്ല. എന്തിന്? നീ എന്ന് പ്രഗ്നൻ്റാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു മോളെ. ഇടറുന്ന ശബ്ദത്തിൽ ലിയോൺ അവളോടായി പറയുമ്പോൾ അവൻ വിരുമ്പിപ്പോയിരുന്നു. നീ അവളുടെ കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ്റെ വാക്കുകൾ അവളിൽ തീർക്കുന്ന വിശ്വാസത കുറവായിരുന്നു. അനു പറഞ്ഞ് നിന്റെ ആൽഫിയുടെ കഥ അറിഞ്ഞതും അന്ന് അപ്പം തന്നെ ഞാൻ ഓടിത്തിരക്കി വന്നതാ നിന്റെ അടുക്കിലേക്ക്. പക്ഷെ പറ്റിയില്ല മോളെ. ഇപ്പോഴും നിന്റെ അടുക്കൽ വന്ന് നിന്റെ കൈ പിടിച്ച് ഞാൻ പറയുന്ന സത്യാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ നിന്നോട് ചെയ്തതിൻ്റെയൊക്കെ ശിക്ഷയായി ചാച്ചന് ദൈവം തന്നത് ചലനമില്ലാത്ത കാലുകളാ. ലിയോൺ പറഞ്ഞു നിർത്തിയതും നീയ ഞെട്ടിലോട് അവനെ നോക്കി. നിറകണ്ണുകളാൽ അവൻ തൻ്റെ കാലൊന്നും പിടിച്ച് ഇല്ലെന്ന് തലയാട്ടി. നീ ആൽഫിയെ നോക്കി. നമ്മളെ തേടി ചെന്നൈയിലേക്ക് വരുന്ന വഴി ഒരു ആക്സിഡന്റ്. അതോടെ ലിയോണിൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. ആൽഫി പറഞ്ഞതും അവൾ വാപത്തി വിരുമ്പി. ദേഷ്യവും പരിഭവമൊക്കെ ഉണ്ട്. പക്ഷെ ചാച്ചന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവൾക്ക് സഹിക്കാനാവാത്ത വേദന തോന്നി. മേ അപ്പേ. പെട്ടെന്നാണ് അകത്തു നിന്നൊരു കുഞ്ഞു വിളി അവിടെ കേട്ടത്. ആൽഫിക്കും നിയക്കും ഒപ്പം ലിയോണിന്റെ കണ്ണുകളും അകത്തേക്ക് പാഞ്ഞു. ആൽഫി പതിയെ നീക്കരികിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് ചെന്ന് ഉറക്കവിട്ട കുറുമ്പി പെണ്ണ് ആൽഫിയെ കണ്ടതും അപ്പൊ എവിജെ പോയതാ? കുത്തി വീർത്ത കുഞ്ഞു മുഖത്തോട് ആൽഫിയോട് ചോദിച്ചു. അപ്പ എവിടെ പോകാനാ? എന്റെ കുറുമ്പിയല്ലേ, പാപ്പയെ കൂടെ തുടങ്ങി എന്ന് പറഞ്ഞ് ചിരിയോടെ കുഞ്ഞുപെണ്ണ് കോരിയെടുത്തതും കുഞ്ഞു ഉറക്കച്ചടവോടെ അവനെ നെഞ്ചിലേക്ക് ഇടുന്നു. ആൽഫിയുടെ തോളിൽ കിടന്ന് അവനെ നെഞ്ചോരം ചാരി വരുന്ന കുഞ്ഞിനെ ലിയോൺ വിടർന്ന കണ്ണുകളോടെ നോക്കി. വല്ലാത്തൊരു അനുഭൂതി അവനെ പൊതിഞ്ഞു. ഓടിച്ചെന്ന് ആ കുരുന്നിനെ എടുക്കാനും അവളെ ഒന്ന് താലോലിക്കാനും അവൻ്റെ ഉള്ളം വെമ്പി. ലിയോ, ഇതാടാ ഞങ്ങളുടെ കുറുമ്പി. എനിക്ക് എൻ്റെ പെണ്ണ് തന്ന ഞങ്ങളുടെ മോള്. ലിയോണിന് മുന്നേ വന്നു നിന്ന് മോളെ കാണിച്ച ആൽഫി പറഞ്ഞു. ആ അങ്കിളുടെ അടുത്തേക്ക് വരൂ എൻ്റെ മോള്. കുഞ്ഞുപെണ്ണ് നേരെ കൈയുയർത്തി ചിരിയോടെ ലിയോൺ ചോദിച്ചു. എന്നാൽ കുഞ്ഞ് തലകൊണ്ട് ഇല്ലെന്നാട്ടി ആൽഫിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം പൂഴ്ത്തി ലിയോണിൻ്റെ മുഖം ഒന്ന് മങ്ങി. ആളെ പരിചയമില്ലാത്തോണ്ടാടാ. ആൽഫി പറഞ്ഞതും ലിയോൺ കുഞ്ഞിയുടെ ചുവന്ന കാൽപാദത്തിലും ചെറുതായി കിളിയിട്ടു. കുഞ്ഞി കാൽ കുടഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. നിന്നെ പോലെടാ മോള്, പക്ഷേ ചിരി എന്നെ നിയമോളുടെയാ. നീയെ നോക്കി ചിരിയോടെ ലിയോൺ പറഞ്ഞതും കുഞ്ഞിരിക്കുന്ന നീയുടെ ചുണ്ടിലൊരു ചിരി മിന്നി. എന്നാൽ അപ്പോഴും മുഖമുയർത്തി അവനൊന്നും നോക്കിയില്ല അവൾ. നിയയുടെ മൗനം കണ്ടതും പിന്നെ അവിടെ ഇരിക്കാൻ ലിയോണിന് തോന്നിയില്ല. അവൻ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി. കാർത്തികയുടെ സഹായത്തോടെ തൻ്റെ വീൽ ചെയറിലേക്ക് അവൻ ഇരുന്നു. അത് കാണാൻ നിയയുടെ ഉള്ളൊന്ന് പൊള്ളി. ആൽഫി അവൻ്റെ വീൽ ചെയർ തള്ളി പുറത്തേക്ക് നടന്നതും കാർത്തിക നിയക്ക് അരികിലേക്ക് വന്നു നിന്നു.
ഞാൻ കാർത്തിക, ഹോം നേഴ്സാ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഏട്ടൻ്റെ നാവിന്ന് ഈ അനിയത്തിയെക്കുറിച്ച്. ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞൊത്തിരി വിഷമിക്കുന്നുമുണ്ട് ആ മനുഷ്യന്. ഇനി നിങ്ങളിങ്ങനെ അകന്നു മാറി നിൽക്കരുത്. ഇതൊന്നും പറയാൻ ഞാൻ അറിയില്ലെന്ന് അറിയാം, എങ്കിലും പറയാതിരിക്കാൻ എനിക്കായില്ല. അതാട്ടോ. നിയയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചവൾ പറഞ്ഞതും നീ അവളെ നോക്കി ചിരിച്ചു. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ പിന്നെ ഇനിയും വേണ്ടതിനെ കാണുമ്പോൾ പറയാമേ. വേടല്ല, നിയ, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. കാർത്തികയെ തിരുത്തി നീയ പറഞ്ഞതും കാർത്തിക അവളെ നോക്കി ചിരിച്ചു. തൻ്റെ സഹോദരനിൽ നിന്നും ഒരിക്കൽ താൻ കാട്ടറിഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെന്ന് കാർത്തികക്ക് മനസ്സിലായി. നീയോട് യാത്ര പറഞ്ഞ് കാർത്തിക പുറത്തേക്ക് നടന്നു.